പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹാപ്പി ഓണം. അപ്പം ഞങ്ങളിന്ന് തിരുവോണം ആയതുകൊണ്ട് വേഗം അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ. റിനുവും റിത്തു അവരെ ഓണക്കോടിയൊക്കെ ഇട്ട് നല്ല സുന്ദരനും ആയിട്ടുണ്ട്. ഇവിടെ അടുത്തുള്ളൊരു അമ്പലത്തിലേക്കാണ് പോണത്. പക്ഷേ ഇതുവരെ ഞങ്ങൾ വന്നിട്ടില്ല, ആദ്യമായിട്ടാണ് വരുന്നത്. അരുളിപ്പുറം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രമാണ്. അമ്പലം നല്ല ഭംഗിയുള്ളൊരു അമ്പലമാണ് കേട്ടോ. ഞാൻ വേഗം ഷീട്ടൊക്കെ എഴുതി പുറത്തൊക്കെ തൊഴുത് വരുമ്പോഴേക്കും ഇത്രയും ആയിട്ടുണ്ട് കേട്ടോ, ഉള്ളിൽ കയറാനുള്ള വരി. അങ്ങനെ അതൊക്കെ തൊഴുത് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തേ. റിനുമോള് നിന്ന് വന്നില്ല കേട്ടോ. ഇന്ന് റിത്തൂസ് നല്ല കുട്ടിയാണ്. റിനുമോക്കൊരു കിറുക്ക് സ്വഭാവമായിരുന്നു. വേഗം പോയി ചായ കുടിക്കാനേ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അമ്പലത്തിലെ ഭക്ഷണം. അമ്പലത്തിലെ ചായയും ചോറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഉപ്പുമാവും പഴയും പാൽച്ചായയും ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ വേഗം തന്നെ പുറത്തേക്ക് വന്നേ. നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നേ. ഇനി ഇനി കുളത്തിൻ്റെ ആ ഭാഗത്ത് നിൽക്കും റിത്തൂസ്. കാരണം റിത്തൂസിന് മീൻ എത്ര ഉണ്ട്, മീനുണ്ടോയെന്നൊക്കെ നോക്കിയിട്ട് അവൻ പോരുള്ളൂ. ഞങ്ങൾ വേഗം തന്നെ പോകുന്നു പൂത്തറ ഇടാനുള്ള പരിപാടിയൊക്കെ നോക്കിയിട്ടോ. ഇന്ന് തറവാട്ടിലാണ് ഞങ്ങൾക്ക് ഓണം. ഞങ്ങൾക്ക് വലിയ ഓണം വലിയ വിഷുവൊക്കെ തറവാട്ടിലാണ് ഉണ്ടാവാറ്. ഇനി അവിടേക്ക് പോകണം. പൂക്കൾ കുറച്ച് കുറവായിരുന്നേ. ഏട്ടന് ഓണാഘോഷം ആയതുകൊണ്ട് പൂവ് വാങ്ങാൻ പോകാൻ കഴിഞ്ഞില്ല. അപ്പം ഉള്ള പൂവ്, അതായത് വാങ്ങി വെച്ച കുറച്ച് പൂവുണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ നിന്ന് തന്നെ കുറച്ച് പൂവൊക്കെ പറിച്ച് വേഗം പൂക്കളം സെറ്റാക്കിയേ. തലേ ദിവസം നല്ല വലിയ പൂക്കളാണ് കൊലായിലും ഇട്ടിട്ടുണ്ടായിരുന്നു, പൂത്തറയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് കുറച്ച് കുറവാണ്, എന്നാലും ഒപ്പിച്ച് ഞങ്ങളൊരു സെൽഫി വീഡിയോ ഒക്കെ എടുത്ത് വേഗം മാറ്റി ഞങ്ങൾ തറവാട്ടിലേക്ക് പോവുകയാണ്. ഇവിടുന്ന് നടന്നിട്ടും പോവാം, ഞങ്ങളധികം വണ്ടിക്കാണ് പോവാറ്. ഏട്ടൻ പറഞ്ഞിന്നും നമുക്ക് നടന്ന് പോവാമെന്ന് പറഞ്ഞ് പോവാം കേട്ടോ. ഇതെൻ്റെ മാക്സി ആയിരുന്നു കേട്ടോ. ഇത് വെട്ടി ഞാൻ മാക്സി ഫ്രോക്കാക്കി. അച്ഛമ്മയ്ക്കും അമ്മയ്ക്കും അച്ഛനൊക്കെ ഉള്ള ഡ്രസ്സൊക്കെ എടുത്ത് കൈ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഏട്ടൻ്റെ വലിയ അനിയൻ്റെ വീടാണ്. തൊട്ടപ്പുറത്താണ് നമ്മളെ തറവാട്. നല്ല ഭംഗിയിലൊക്കെ പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവർക്ക് അറിയായിരിക്കും തറവാട് വീട് നമ്മളിവിടെ ആയിരുന്നു. ഇവിടുന്ന് മാറി വേറെ പുതിയ വീട് വെച്ച് പോയതാണ്. ഇതാണ് അച്ഛന് ചെന്ന പാടെ തന്നെ ഞാൻ ഓണക്കോടിയൊക്കെ കൊടുത്ത്. പിന്നെ അച്ഛമ്മയ്ക്കും അമ്മയ്ക്കുള്ള അമ്മേൻ്റെ കൈ കൊടുത്തേ. അമ്മയ്ക്ക് ഓണം ഇല്ല, അമ്മേൻ്റെ മാമ മരിച്ചിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ. അങ്ങനെയൊക്കെ. ഇത് യദുവാണ്, ഏട്ടൻ്റെ ചെറിയ അനിയൻ്റെ മൂന്നുട്ടൻ്റെ കുട്ടി. അങ്ങനെ ഇവനധികം വീഡിയോസിലൊന്നും കാണാറില്ല, മോളൂസിനെയും മിയേനെയും കാണാറുള്ളൂ കേട്ടോ. പിന്നെ വേഗം ചായയൊക്കെ കുടിച്ച് സാമ്പാറും ഇഡ്ഡലിയായിരുന്നു. പിന്നെ മോളൂസിനെയും മിയേനൊക്കെ ഞാൻ മാറ്റിച്ച് കൊടുത്താണ്. ഇനി റിനുവിനെയും യദുവിനെയും റിത്തൂസിനൊക്കെ സെറ്റാക്കി അവിടെ നിർത്തി ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. കുക്കിംഗ് ചെയ്യുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാൽ പലരും പല കോലത്തിലായതുകൊണ്ട് നേരം എടുക്കണ്ടെന്ന് പറഞ്ഞതാട്ടോ. പിന്നെ ഫുഡ് കഴിക്കുന്ന വീഡിയോസൊക്കെ എടുത്ത് ഒരുപാട് വിഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. ഞങ്ങളിങ്ങനെ ഇരുന്ന് കഴിക്കുമ്പോൾ തന്നെ നല്ല സന്തോഷമാണല്ലോ എല്ലാവരും കൂടെ ഉണ്ടാകുമ്പം. അതിൻ്റെ ഇടയ്ക്ക് പിള്ളേർക്കൊരു ഗെയിമൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങളതൊക്കെ ഇരുന്ന് സെറ്റാക്കി. അവരെ കൊണ്ട് കസരക്കളി, മഞ്ചാടി പെറുക്കൽ, ലെമൺ സ്പൂൺ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവരെ പരിപാടി ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്ത് ചിരിച്ച് മരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അത്ര എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് റീനു പായസം കുടിച്ച് പായസത്തിൽ കുളിച്ചിരിക്കുകയാണ്. ഇതിൽ റിത്തൂസിന് മാത്രമേ എല്ലാ ഗെയിമിലും ജയിക്കാൻ പറ്റുള്ളൂ. കാരണം അവൻ തോറ്റ് കഴിഞ്ഞ് വാർത്ത് കരയാൻ തുടങ്ങും കേട്ടോ. പാവം പിള്ളേരെ ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം ഗെയിം കളിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ ഇപ്പം ജയിച്ചവരെ പേര് പറയാൻ പറ്റില്ല, റിത്തൂസേ ജയിച്ചെന്ന് പറയാൻ പറ്റുള്ളൂ. അങ്ങനെയായിരുന്നു. ഇവരെ ഗെയിം കളിച്ച് എൻ്റെ വീട്ടിലേക്ക് പോരാനുള്ള ടൈം തന്നെ ഞാൻ നോക്കില്ല കേട്ടോ. ടൈം തന്നെ ഒരുപാടായപ്പോഴാണ് ഞങ്ങൾ നീ വീട്ടിൽ പോകണമല്ലോ എന്നുള്ളൊരു ചിന്തയിലേക്ക് വന്നത് തന്നെ. പിന്നെ അച്ഛമ്മ പുറത്തേക്ക് വന്നപ്പോൾ അച്ഛമ്മനൊരു വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ മഞ്ചാടി പെറുക്കൽ അതൊക്കെ കളിച്ചേ. പിന്നെ ഞങ്ങൾ വേഗം വീട്ടിലേക്ക് പോരാനുള്ള പരിപാടിയൊക്കെ നോക്കിയിട്ടോ. ലാസ്റ്റ് മഞ്ചാടി പെറുക്കലായിരുന്നു കേട്ടോ. അമ്മയും ഞാനും അഭീഷിനെയും ആയിരുന്നു ഇതിൻ്റെ കോർഡിനേറ്റർ. അത് കഴിഞ്ഞിട്ട് എന്തൊക്കെയോ മത്സരങ്ങളുണ്ടായിരുന്നു. ഇത്തൂസ് പോരുന്നതല്ലേ കേട്ടോ. ഇന്ന് ഞങ്ങൾ വരുന്നില്ല എന്ന് വിചാരിച്ചതാണ്, ഓണാഘോഷ പരിപാടിയല്ലേ. അപ്പം അവിടെ ഒരാൾ മരിച്ചപ്പോൾ അത് മാറ്റി വെച്ചപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നതാണ്. പോകുന്ന വഴിക്ക് ഞങ്ങൾ ബേക്കറിയിലൊക്കെ കയറി. ഇനി ഇവരിവിടെ തിരിഞ്ഞ് കളിക്കുന്ന അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഇവർക്ക് കിട്ടണം. അങ്ങനെ അതൊക്കെ അതിൻ്റെ ഉള്ളിലുള്ള ഇനിയിപ്പോൾ ഇഷ്ടമുള്ളതൊക്കെ എന്തെങ്കിലുമൊക്കെ എടുത്ത് കൈ പിടിക്കും. അതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ വേഗം വീട്ടിലേക്ക് പോന്നേ. ഇപ്രാവശ്യത്തെ ഓണം നമ്മളെല്ലാവരും കൂടെ നമ്മളെ കുടുംബക്കാരും എല്ലാവരും വീട്ടിലാണ് കേട്ടോ ആഘോഷിക്കുന്നത്. അതായത് എൻ്റെ മാമൻ, അമ്മായി, മേമ, പാപ്പൻ, മുത്തമ്മ അങ്ങനെയൊക്കെ. കാരണം ഞങ്ങൾ പുതിയ വീടെടുത്ത ആദ്യത്തെ ഓണമാണ് കേട്ടോ. എൻ്റെ അനിയനും നാട്ടിലില്ല, അച്ഛനും നാട്ടിലില്ലാത്ത ഓണം. അച്ഛൻ ഗൾഫിലാണ്, അനിയൻ മിലിറ്ററിയിലും. പിന്നെ എൻ്റെ മൂത്തമ്മ, പിന്നെ പാപ്പൻ, മേമ എല്ലാവരും ഉണ്ട് കേട്ടോ.
എൻ്റെ പുതിയ ഡ്രസ്സാണ് ഇട്ടത്. ഞാൻ ഒരുപാടായി ജീൻസും ടോപ്പൊക്കെ ഇട്ടിട്ട്. എൻ്റെ അമ്മ കാര്യമായിട്ട് എന്നെ നോക്കി അഭിപ്രായം പറയുന്നുണ്ട്, ഇവരെല്ലാവരും എന്നെ കളിയാക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് പാപ്പൻ വന്നേ. പാപ്പൻ എന്ന് പറഞ്ഞാൽ അമ്മയുടെ അനിയത്തീൻ്റെ ഭർത്താവ്. ഇതെൻ്റെ മാമനാണ് കേട്ടോ, എൻ്റെ ചെറിയ മാമൻ. പിന്നെ ചായയൊക്കെ കുടിച്ച് പൊന്നുവിനുള്ള ഡ്രസ്സൊക്കെ കൊടുത്ത് പൊന്നു ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ. പിന്നെ ഞങ്ങൾ ഒരുപാട് ഗെയിമൊക്കെ കളിച്ചിട്ടുണ്ട് ഇവിടെ. ഗെയിമും ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായി ക്ഷീണിച്ച് ഞങ്ങൾ ഇരിക്കുകയാണ് ഇവിടെ. പിന്നെ അമ്മായിമ്മമാരെ ഡാൻസ് പഠിപ്പിക്കുന്ന മരിയോള്. അങ്ങനെയൊക്കെ ഞങ്ങൾ ഈ പ്രാവശ്യത്തെ ഓണം അനിയനും അച്ഛനെയും ഒരുപാട് മിസ് ചെയ്യുന്നു. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വേഗം ഇരുന്നിട്ട് നല്ല ചിക്കൻ ബിരിയാണിയും ചിക്കൻ പൊരിച്ചതും തൈരും അച്ചാറും അങ്ങനെയൊക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നേ. പിന്നെ എല്ലാവരും പല സ്ഥലത്താണ് ഇട്ടിരുന്നത്. വേഗം ഫുഡ് കഴിച്ചൊന്ന് കിടന്നാൽ മതി എന്നാണ് എല്ലാവരും മനസ്സിൽ. ഇതെൻ്റെ മിന്നുട്ടിയും ഗീതിട്ടിയാണ് കേട്ടോ. ലിപ്സ്റ്റിക്കും പൊട്ടും തൊട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഈ തല കുമ്പിട്ട് നിൽക്കുന്നത്. ഇവരാണ് കേട്ടോ എൻ്റെ വീഡിയോസ് അധികം എടുത്ത് തരാറ്. ഇതിൻ്റെ മേമ, അമ്മേൻ്റെ അനിയത്തി, പിന്നെ പാപ്പനെ ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻ്റൊക്കെ പറയണം. ടാറ്റാ.